ചുട്ടുപൊള്ളുന്ന വേനലിലും പത്തനംതിട്ടയിൽ പ്രചാരണ ചൂടിന് കുറവൊന്നുമില്ല. പക്ഷേ പകൽ പോലെ സജീവമാണ് പത്തനംതിട്ടയിലെ രാത്രികളും, പ്രത്യേകിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രാത്രികൾ. തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള പലവിധ കാഴ്ചപ്പാടുകൾ വോട്ടർമാർ പങ്കുവയ്ക്കുമ്പോഴും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. കാരണം എല്ലാ മണ്ഡലം പോലെ എല്ലാം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അനന്തു രാമേന്ദ്രൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. 36 ഡിഗ്രിയിലധികമാണ് പത്തനംതിട്ടയിലെ ചൂട്. പ്രചാരണത്തിന് പക്ഷേ ഒരു കുറവുമില്ല. പകലെന്ന പോലെ തന്നെ രാത്രിയും സജീവമാണ് സ്ഥാനാർത്ഥികൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ. പക്ഷേ ഈ വോട്ടർമാരുടെ വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് വോട്ടർമാർക്കും ചിലതൊക്കെ പറയാൻ കാണും. അവർക്ക് ചില വികസന സ്വപ്നങ്ങൾ കാണും, അവർ ആരെയാണ് വിജയിപ്പിക്കുന്നത് കാണും, അതോടൊപ്പം തന്നെ എന്തിനായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്നും കാണും. നമ്മളൊരു വോട്ട് ചേരുകയാണ്. ചേട്ടാ, എന്തിനായിരിക്കും ഇത്തവണ വോട്ട്? എന്താണ് ചേട്ടൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്? പത്തനംതിട്ടയിൽ വികസനം ഉണ്ടാകണ റെയിൽവേ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. പത്തനംതിട്ട ജില്ലയിലാണ് ഈ സമീപ ജില്ലകളിൽ റെയിൽവേയിൽ ഒരു തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട ജില്ല എയർപോർട്ട് ടച്ച് ചെയ്തുകൊണ്ടൊരു റെയിൽവേ ലൈൻ ഉണ്ടാകണം. റെയിൽവേ ഇല്ലാത്ത ഒരു പ്രശ്നമില്ല. ആൾക്കാരൊക്കെ ഒരു 6 മണി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനില്ല. വന്നു പോകാൻ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി വെള്ളമൊന്നും ഇല്ലാത്തൊരു ഏരിയ പോലെ, ഉൾപ്രദേശം പോലെ എപ്പോഴും കിടക്കുന്നത്. ഇപ്പോൾ ആരംഭിക്കുക പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും. ഇതുവരെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ശോചനീയാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ശബരിമല വിഷയമൊക്കെ എങ്ങനെയായിരിക്കും ഇത്തവണ പ്രതിഫലിക്കുന്നത്? മതേതര സ്വഭാവമുള്ള വ്യക്തികൾ ആചാരമര്യാദകൾ പാലിച്ചുകൊണ്ട്, അത് ആചാരമര്യാദകൾ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ആ വികസന കാഴ്ചപ്പാടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ നമ്മൾ മതേതരത്വത്തിൽ ഊന്നിയുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ കേരളത്തിലെ ആവശ്യം. അത് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിപ്പോയി. അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒരു നാടകമാണത്. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെ വരുമെന്ന് തന്നെ. നമ്മൾ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കേട്ടല്ലേ, നേരത്തെ ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തിയ സ്ത്രീകളെ കയറണമെന്നും പറഞ്ഞ് ശബ്ദം ഉയർത്തിയ ആധാരമെന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ എന്തായാലും ഇപ്പോൾ അനുകൂലമായിട്ട് തന്നെ CPMന് അനുകൂലമായിട്ട് തന്നെ വരുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഈ പ്രളയ പുനരധിവാസമൊക്കെ റെഡി ആയിട്ടുണ്ടോ? ഇപ്പോഴും ഓരോരുത്തർ കിട്ടാമെന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ ഡെയിലി ന്യൂസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. ഓരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കിട്ടിയില്ല, അവിടെ കിട്ടിയില്ല, കൊടുത്തു ഇവർ പറയുന്ന കിട്ടിയില്ലെന്ന് ആൾക്കാർ പറയും. കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. അത് എവിടെ വിനിയോഗിച്ചു എന്ന് സാധാരണക്കാർക്ക് തന്നെയല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ അറിയത്തില്ല. ഇന്ത്യ ഏത് തരത്തിലുള്ളൊരു സർക്കാരായിരിക്കും അധികാരത്തിൽ വരാൻ സാധ്യത? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ, അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരണം. സാധാരണ ജനങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. ചേട്ടാ, ഇത്തവണ ഒരു ത്രികോണ മത്സരം ഉണ്ടാവുമോ പത്തനംതിട്ടയിൽ? ഉണ്ടാവും. എന്ത് സാഹചര്യത്തിലാണ് അത്? എന്തോന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ അല്ലേ? ആണാണ്. എന്നാലും ചേട്ടനൊരു കണക്കൂട്ടൽ ആര് ജയിക്കുന്ന? കണക്കൂട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പത്തനംതിട്ട പ്രചരണ ചൂടിലേക്ക് ആയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിനു ശേഷം വലിയ പ്രചരണ തിരക്കുകളിലാണ് സ്ഥാനാർത്ഥികളും. പക്ഷേ പ്രളയ പുനരധിവാസവും ശബരിമലയും ഒക്കെ വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ പ്രതിപാദിക്കപ്പെടുമെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും അനന്തു രാമേന്ദ്രൻ, മീഡിയ 1.